എൻ്റെ പേര് ആര്യ. ഞാൻ ഐശ്വര്യയുടെ ഫാനാണ്. എറണാകുളം വൈപ്പിൻ ഞാറക്കലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുടുംബങ്ങളും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, പിന്നെ ഇമ്മിനി ബല്ലൊരു ഫാമിലി റൗണ്ടിൽ അമ്മച്ചിയും ചേട്ടനും കളിച്ചിരുന്നു. പിന്നെ ഫിനാലയിൽ എത്തിയത് ഇവർ കാരണമാണ് ഞാൻ ഫിനാലിൽ എത്തിയത്. അപ്പം അച്ഛന് എന്ത് തോന്നുന്നു? മോക്ക് ഇതിൽ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ഇതുവരെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടു. ഞങ്ങൾ കൊച്ചിന് ഇപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ആണെങ്കിലും ഒരുപാട് ഉറക്കുന്നതൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതിനൊക്കെ വേണ്ടി വരുന്നുണ്ട്. പിന്നെ കൊച്ചിൻ്റെ കോസ്റ്റ്യൂം മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരോട് കടം മേടിച്ചൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് ഇവരെത്തിച്ചത്. പിന്നെ ഇത്രയും പേര് എത്തിക്കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതെല്ലാം ഇത് ആശാനാണ് കൂടുതലും ഇതിൻ്റെ ക്രെഡിറ്റ്. കാരണം പുള്ളിക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടി. അച്ഛന് ഞാൻ കളിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡാൻസ് ഏതാണ്? എൻ്റെ മോള് കളിച്ചത് എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഫാമിലിയോട് കളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടി, ഭയങ്കര സങ്കടമായി പോയി കണ്ടിട്ട്. ശരിക്കും വന്നൊന്ന് ഹഗ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇത്രയും ആക്ടർ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ നിൽക്കാനേ തോന്നുന്നില്ല. നമ്മുടെ ഈ ഒരു ബാഡ് സൊസൈറ്റിയിൽ നിന്ന് ഇതുപോലെയുള്ള കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടട്ടെ, അത്രയുള്ളൂ പറയാനായിട്ട്. ബ്രില്യൻറ്റ്, താങ്ക് യു സോ മച്ച്. ആര്യൻ്റെ അച്ഛനോട് വന്നിട്ടുണ്ട്. സാർ എന്ത് തോന്നി? എനിക്കിത് കണ്ടിട്ട് ഇതാണ് എൻ്റെ അമ്മ താര. എൻ്റെ മോള് ഈ ഫിനാലെ വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞങ്ങൾ ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടാണ് ഇവൾക്ക് വേണ്ടി ഇത്രം കോസ്റ്റ്യൂമിൻ്റെ കാര്യമെല്ലാം ഞങ്ങൾ ചെയ്തത്. പിന്നെ ഗോകുൽ മാസ്റ്റർ ആയാലും അരുണായാലും കൂടെ കളിച്ച പിള്ളേരായാലും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രം വരെ എത്തിയതിൽ ദൈവത്തിന് ഒരുപാട് നന്ദി. അമ്മക്ക് ഞാൻ കളിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡാൻസ് ഏതാണ്? ഇവള് കളിച്ചതിൽ എനിക്ക് ബർസൂര മേഘ മേഘ എന്ന ഡാൻസാണ് ഇഷ്ടമായത്. सबने बैलों की घंटी बजी और ताल लगे भरने, रे तैर के चली मैं तो पार चली, रे तैर के चली मैं तो पार चली, पार वाले पर लेकिन नार चली रे मेरा नन्ना रे 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 नन्ना
ചേട്ടൻ അരുൺ. ചേട്ടൻ എന്താ എന്നെ പറ്റി പറയാനുള്ളത്? ഞാൻ ആര്യയുടെ എല്ലാ പെർഫോമൻസും കാണാറുണ്ട്. ആര്യ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഫിനാലയിൽ നല്ലപോലെ പെർഫോമൻസ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നീ നന്നായി വരും. ഇതാണ് ഞാൻ പഠിക്കുന്ന സ്കൂൾ, സെൻറ്റ് മേരീസ് CP സ്കൂൾ ഞാറക്കൽ. എൻ്റെ സ്കൂളിൽ എൻ്റെ ടീച്ചേഴ്സ്മാരുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് എന്നാൽ അങ്ങോട്ട് പോവാം. ഇവരൊക്കെയാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ്. ഇവർക്ക് എന്നെ പറ്റി എന്താ പറയണ്ടേന്ന് നമുക്ക് നോക്കാം. ആര്യ എപ്പോഴും ആക്റ്റീവാണ് ക്ലാസ്സിൽ. എപ്പോഴും ഡാൻസ് 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 തന്നെ നടപ്പ്. എനിക്ക് ആര്യയുടെ എല്ലാ പെർഫോമൻസും ഇഷ്ടപ്പെട്ടതാണ്. കൂടുതലും എനിക്കിഷ്ടം കൊഞ്ചും മൈനാക്കൾ എന്ന ഡാൻസാണ്. கொஞ்சம் மைனக்களே கொஞ்சம் மைனக்களே என் குரல் கேட்டு ஒன்று கூடுங்கள் கொஞ்சம் மைனக்களே கொஞ்சம் மைனக்களே என் குரல் கேட்டு ஒன்று கூடுங்கள் அழகின்றே வர வேண்டும் என் தீபாவளி பண்டிகை என்றே வர வேண்டும் என் தீபாவளி பண்டிகை நாளை வெறும் கனவு அதை நான் ஏன் நம்பணும் நான் நட்டதும் ரோஜா என்றே பூக்கணும் கொஞ்சம் மைனக்களே கொஞ்சம் மைனக்களே என் குரல் கேட்டு ஒன்று கூடுங்கள் എനിക്ക് ആര്യയുടെ എല്ലാ പെർഫോമൻസും ഇഷ്ടമായി. എനിക്ക് ആര്യ അഭിനയിച്ച കൃഷ്ണൻ്റെ നറുമുഖ എന്ന ഡാൻസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா திருமகனே திருமகனே நீ ஒரு நாழிகை பாராய் வெண்ணிற புறவியில் வந்தவனே மேல்விழி மொழிகள் கேளாய் அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா ആര്യയുടെ എൻഗെ എന്ന കവിതയെ പെർഫോമൻസ് ആണ് എനിക്ക് ഇവരെല്ലാമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ്. പിന്നെ ഇത് പ്രിൻസിപ്പൾ, പിന്നെ എൻ്റെ ടീച്ചർ, ക്ലാസ് ടീച്ചർ. മിസ്സിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം അതിനെ പറ്റി. അമൃത TV യുടെ
ഇമ്മിണി വലിയൊരു ഫാൻ എന്ന പ്രോഗ്രാമിൽ ഫിനാലയിലെത്തിയ ഞങ്ങളുടെ ആര്യക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ അഭിമാനമാണ് ഇവൾ. പഠനത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇവൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുന്നു. ഇമ്മിണി വലിയ ഫാനിൻ്റെ ഫിനാലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആര്യയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. ഡാൻസിലും ആക്ടിങ്ങിലും പാട്ടിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആര്യയ്ക്ക് വിന്നറാവാനായിട്ടുള്ള എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്, അസ്ത്ര ഡാൻസ് അക്കാദമി. പിന്നെ ഇതെൻ്റെ സാറാണ് ഗോകുൽ സാർ. പിന്നെ ഇവിടം വരെ ഇമ്മിണി വലിയൊരു ഫാനിൻ്റെ ഫിനാലെ വരെ എത്താൻ കാരണം ഗോകുൽ സാറാണ്. അപ്പോൾ ഗോകുൽ സാറിന് എന്താണ് തോന്നുന്നത് ഞാൻ ഫിനാലെ വരെ എത്തിയതിന്? വളരെ സന്തോഷമുണ്ട് ആര്യ ഫൈനൽ വരെ എത്തിയതിൽ. കുറേ കഷ്ടപ്പെടാറുണ്ട് ആര്യക്ക് വേണ്ടി. ഞാൻ മാത്രമല്ല, എൻ്റെ ഗ്രൂപ്പും പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറായ അരുണും എല്ലാവരും വളരെയേറെ കഷ്ടപ്പെടാറുണ്ട്. പല ദിവസങ്ങളിലും പല രാത്രിയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചത്. അതിൻ്റെ എല്ലാത്തിനും ഫലമാണ് ഇപ്പോൾ ഫൈനലിൽ വന്നാക്കുന്നത്. ഇത്ര നേരം കഷ്ടപ്പെട്ടു വന്ന കാരണം ഞങ്ങൾ ഫൈനലിൽ എന്തായാലും വിൻ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിന് ഞങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇമ്മിണി വലിയൊരു ഫാനിൽ ഞാൻ കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം മാഷിന് അതിൽ ഏത് ഡാൻസാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെമി ഫൈനലിൽ ചെയ്ത ഉസിരെ പോകുന്ന പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു ഏറ്റവും വലിയ വിഷയം തന്നെയാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് തെറ്റുകൂടാതെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അതിൽ പല സംഭവങ്ങളും പല രീതിയിലും ബാധിക്കുന്നത് കൊണ്ട് എനിക്കത് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അത് ചെയ്ത് നമ്മുടെ ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു അതിലൂടെ. അതെനിക്ക് സാധിച്ചു. കാര്യം എന്നെ ആ എപ്പിസോഡ് കണ്ട ശേഷം എന്നോട് പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കാരണം കുറേ പേർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അത് എന്താണെന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി പലരും. അത് പലരോട് സംസാരിച്ചൊരു കേസാണത്. അതാണ് എനിക്ക് കണ്ടതിൽ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. இந்த உலகத்தில் இது ஒண்ணும் புதுசில்ல, ஒண்ணு ரெண்டு தப்பி போகும் ஒழுக்கத்துல விதி சொல்லி வழி போட்ட மனச புள்ள, விதி விலக்கில்லாத விதியும் இல்ல. எட்ட இருக்கும் சூரியன் பார்த்து மொட்டு விரிக்குது தாமரை, தொட்டு விடாத தூரம் இருந்தும் சொந்த பந்தமோ போகல. பாம்பா விழுதா ஒரு பாகுபாடு தெரியலையே, பாம்பா இருந்தோம் நெஞ்சு பயப்பட நினைக்கலையே. என் கட்டையும் ஒரு நான் சாயலாம், என் கண்ணுல முகம் போக
വളരെ സന്തോഷമുണ്ട് ആര്യ ഫൈനലെത്തിയത്. കാര്യം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്നും ആദ്യത്തെ ഒരു സ്റ്റുഡൻ്റാണ് ആര്യ. അമൃത ടി വിയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ആര്യ ഫൈനൽ വരെ എത്തി, അത് നല്ലോണം പെർഫോം ചെയ്യുക. ആര്യക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇമ്മിണി ബെല്ലൊരു ഫാനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആണ് ഹലോ മിസ്റ്റർ എതിർകക്ഷി. പിന്നെ ചേട്ടന്മാർ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സൂസുവിൻ്റെ. അപ്പോൾ ജഡ്ജസ് നല്ല കമൻസ് ആണ് പറഞ്ഞത്. അടുത്തെനിക്ക് ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിരുന്നു ക്രിസിക്കാരെ. ബോളിൻ്റെ അകത്ത് കളിച്ചപ്പോൾ എനിക്ക് കുറച്ച് ശ്വാസത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോളിൻ്റെ അകത്ത് കളിച്ചപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാളവി ചേച്ചിയും സൗഭാഗ്യ ചേച്ചിയും വിവേകേട്ടനും പറഞ്ഞു നല്ല കമൻസ് ആയിരുന്നു പറഞ്ഞത്. പിന്നെ എന്നോട് പറഞ്ഞു ബോളിൻ്റെ പുറത്തിരുന്ന് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കളിച്ചു. അപ്പോൾ നല്ല കമൻസ് അവർ പറഞ്ഞത്. എനിക്ക് അതുകൊണ്ടാണ് എനിക്കിഷ്ടം. जादू किया रे, जागे सोई रहूं, खोई खोई रहूं, उसकी यादों में उसके ख्वाबों में झूमे जिया रे, क्रेजी किया रे, क्रेजी किया रे, क्रेजी किया रे, ओ क्रेजी क्रेजी किया रे, क्रेजी किया रे, क्रेजी किया रे, crazy किया रे, oh crazy, crazy किया रे. Sexy lady on the floor. चोरी चोरी किया रे, दिल लिया रे, चोरी चोरी किया रे, दिल लिया रे, जादू से जादू किया रे. तेरे बिना बेसुआदी रतिया ओ सजना, तेरे बिना बेसुआदी रतिया ओ सजना. सजना
അപ്പോൾ ഇമ്മിണി വലിയൊരു ഫാൻ്റെ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ കാണാം. വെള്ളിത്തിരയിലെ മിന്നും താരങ്ങളുടെ കുട്ടി ഫാനുകൾ